കരിങ്കല്ലാണെങ്കിലും നീ വളരെ ഭാഗ്യവാനാ. സുശീലയുടെ കൈകൊണ്ടുള്ള തലോടലേക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടാവില്ല. വീട്ടിലൊരുത്തി ഇല്ല എന്റെ ഗോപാലൻകുട്ടി. അവളെ കൊണ്ട് 1-2 തവണ തലോടിച്ചൂടെ നിനക്ക്? ഓ, ഉണക്കമീൻ പോലുള്ള അവളുടെ കൈകൊണ്ട് തലോടിച്ചാ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പൊ 3 കുഞ്ഞുങ്ങള് വീട്ടില് കളിച്ച് നടക്കുന്നുണ്ടല്ലോ, അത് അയൽക്കാരൻ്റെതാ. ഗോപാല നിർത്തിക്കോള്. സുശീലനോട് കൊഞ്ചാൻ പോയാ നീ വിവരം അറിയും. എല്ലാവരുടെ അടുത്തും കളിക്കുന്ന പോലെ നീ ഓളുടെ അടുത്ത് കളിക്കണ്ട. മുതലാളിയുടെ പിൻബലത്തിലാ അവളുടെ നെകളിപ്പ്. എന്നാ ഈ ഒരു കാര്യം ചെയ്, മുതലാളിയോട് പറഞ്ഞു നീ എന്നെ അങ്ങ് ഏറ്റെടുത്തോ. എത്തിപ്പോയി. എന്റെ മുമ്പിൽ നിന്നാവുമ്പോ പെട്ടെന്നൊരു തീരുമാനവും ഉണ്ടാക്കാം. അതെ, എന്റെ ലോഡ് നിറഞ്ഞു, ഞാൻ പോട്ടെ. നിന്റെ ലോഡ് സുശീല നിറച്ചിട്ടുണ്ടല്ലോ, അല്ലേ സുശീല? ആ ജോസഫേട്ടാ, പറയ്, എത്ര ലോഡ് വേണമെങ്കിൽ ഞാൻ തരില്ലേ? ആ ബില്ലൊന്ന് പെട്ടെന്ന് ശരിയാക്ക്. വെള്ളത്തിലല്ലേ കല്ലിടുന്നത്. ആ ശരി ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താ മുതലാളി ഈ ഇടയായിട്ട് വല്ലാത്തൊരു ഗൗരവം? അല്ല, ഈയിടെയായി നീ എല്ലാ അനാഥരെയും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്ന് കേട്ടല്ലോ. അതെ, ഈ വർക്കിയെ ഉപദേശിക്കാൻ നോക്കണ്ട. എടേ, മാമ്പള്ളി ഔസേപ്പ്, അതായത് എൻ്റെ അപ്പൻ, അങ്ങേര് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. എന്നിട്ടാ നീ. മുതലാളി, ഒരുപാട് സഹിച്ചത് ആ കുട്ടി. ഇനിയും അതിനെ ഉപദ്രവിച്ച ദൈവം പോലും സഹിക്കില്ല. സമയം കളയാതെ നീ നിന്റെ പണി നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. ഹലോ, ആ ചേട്ടാ, തപ്പ വരാം. ഇതാ പപ്പടേ. ഓ ശരി. എന്താ അത്? എന്റെ ഗോപാലൻ ചേട്ടാ, രാവിലത്തെ ഈ നടത്തം കാരണം കാലിനൊരു നീർക്കെട്ട്. തടി ഇളകാതെ വാസന്തി കാശുണ്ടാക്കുന്നു എന്നാ നാട്ടുകാരുടെ പരാതി. ഓരോരുത്തന്മാരുടെ പുറകെ 1000 വട്ടം നടന്നാലേ കാശ് കിട്ടത്തുള്ളൂ. അതും ചേച്ചീന്റെ മണം അടിക്കുമ്പോഴത്തേക്കും അവന്മാരങ്ങ് പോവും. പിന്നെ താപ്പി പിടിക്കണം. മണം പിടിക്കാൻ അല്ലേലും നിങ്ങൾ മുടുക്കന്മാരാണല്ലോ. ഗോപാലൻ ചേട്ടാ, ബിസിനസ് ഇപ്പൊ മോശ, പണ്ടത്തെ പോലെയല്ല. ആൾക്കാർക്കൊക്കെ ബാങ്ക് വാരി കൊടുക്കല്ലേ, വാസന്തിയുടെ പലിശയില്ല. എന്തോന്ന് വാസന്തി, ബാങ്ക് എന്ന് പറഞ്ഞാൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ ചാവടി യന്ത്രത്തിനല്ലേ പാസ്സാവൂ. എളുപ്പം കിട്ടാൻ വാസന്തി തന്നെ സ്വരണം. വാങ്ങാൻ വരുമ്പോ തേനെ പാലേന്നൊക്കെ വിളിക്കും. കയ്യെ കിട്ടിയ പിന്നെ മുങ്ങി നടക്കും. ഇവറ്റകളെ തീറ്റിപ്പോറ്റിയ പിന്നെ മിച്ചമൊന്നും ഉണ്ടാവില്ല. ആ ഗോപാലൻ ചേട്ടാ, നിങ്ങളുടെ സ്വന്തക്കാരിയുടെ? ഓ, ഏത് സ്വന്തക്കാരി? അങ്ങനൊരു സ്വന്തക്കാരി? നിങ്ങളൊരു സുന്ദരിയെ പാർപ്പിക്കുന്നില്ലേ, അവള്. ഓ, ആ പൊട്ടിപ്പോട്ടോ, ആർക്കറിയാം. പിന്നെ വാസന്തിക്ക് അറിയില്ലേ ഞാൻ അത്രക്കാരനല്ലാന്ന്? എനിക്കറിയാലോ, അതല്ലേ ചോദിച്ചത്. ആ, അവളൊരു കുളിക്കാത്ത പെണ്ണ. നടക്കട്ടെ നടക്കട്ടെ. എന്റെ പൊന്നെ. എന്റെ വർഗിച്ച, നിങ്ങൾക്ക് വട്ടാണോ? അതേടാ, ഇത്തരം കാര്യത്തില് വർക്കിച്ചന് ഇത്തിരി വട്ടാ. എനിക്കതാ മനസ്സിലാവാത്തത്. സുശീലയോട് ഉടക്കാൻ മാത്രം ഈ പീറപ്പെണ്ണത് എന്ത് കണ്ടിട്ടാ വർഗിച്ച? സുശീല ഒന്നാന്തരം, അതില് സംശയമൊന്നും വേണ്ട എനക്ക്. എന്നാ ഓക്ക് അല്പം മൂപ്പ് കൂടുതലാ. എന്നാലും കുളിക്കത്ത് പോലും ഇല്ലാതെ. പൊട്ടാ, നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ചിലപ്പോ തട്ടുകടയിൽ നിന്ന് തിന്നുമ്പോഴാ. എടാ, വെള്ളക്കുപ്പായത്തിൽ ഒരു കറ വീണാൽ എങ്ങനെയാ, അതുപോലെയാ മനസ്സിലൊരു ആശ വീണ അത് തീർക്കാതെ പിന്നെ ഈ വർക്കിച്ചന് ഉറക്കം വരില്ല. അതാ ഈ വർക്കിച്ചൻ. നിനക്ക് മനസ്സിലായ? അങ്ങനെ ചോദിച്ചാ എന്നാൽ ഈ വർക്കിച്ചന്റെ ഒരു ഇവക്ക് 100 ആയസാ. ഇപ്പൊ പറഞ്ഞോളൂ, അവളെ പിടിച്ച് കേട്ട്.
പിടിച്ച് കേട്ടി അവിടുന്ന് അല്ലെങ്കിൽ തന്നെ പീഡനങ്ങളുടെ കാല ഏതെങ്കിലും എണ്ണം കെട്ടവൻ കേട്ടാ അത് മതി. മനുഷ്യനെ സ്വൈര്യമായിട്ട് ഒന്ന് ജീവിക്കാൻ സമ്മതിക്കില്ല. പിടിച്ച് കേട്ടു. നീ അവിടെ എന്തെടുക്കായിരുന്നു? എന്താ കിട്ടാൻ വേണ്ടി വന്നതാ? ഞാൻ ഓടിച്ചു വിട്ടു. എടോ, തന്റെ മുതലാളിയോട് പറഞ്ഞേക്ക് പാവങ്ങളോടുള്ള അക്രമം നിർത്താൻ. എന്നും എല്ലാവരും അടിച്ചമർത്താന്ന് കരുതണ്ട. ഒരു ദിവസം എല്ലാം കൂടി പലിശ സഹിതം അയാളുടെ തലേ തന്നെ വന്ന് വീഴും. പഴയ സാഹിത്യ സൃഷ്ടികൾ ഇന്നും നിലനിൽക്കുന്നു. പൊറ്റക്കാട്, തകഴി തുടങ്ങിയവർ കാലത്തെ അതിജീവിക്കും. എന്നാൽ ഇന്ന് വളർന്നു വരുന്ന പുത്തൻ എഴുത്തുകാർ അത്തരം ആഴത്തിലുള്ള സൃഷ്ടികളിൽ ഏർപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് പെണ്ണെഴുത്ത് ആണെഴുത്ത് എന്നൊക്കെ പറഞ്ഞ് അർഹതയില്ലാത്ത പലരും വാരികകളിൽ നിലവാരമില്ലാത്ത സൃഷ്ടികൾ എഴുതി പിടിപ്പിക്കുന്നു. അത്തരം സൃഷ്ടികൾ ആയുസ് കുറയുന്നു. അബൂക്ക എന്ത് പറയുന്നു? ഏത് വിത്ത് മുളപ്പിക്കാനാവും, എന്നാൽ പാകമായ മൂപ്പത്തിയ വിത്ത് പാകിയാൽ അതിൽ ഫലം പറിക്കാനാവും. ശരിയല്ലേ സ്നേഹരാജേ? ശരിയാണ്. പറഞ്ഞതുപോലെ നല്ല സൃഷ്ടികൾ എന്നും നിലനിൽക്കും. കാലഘട്ടത്തിനനുസരിച്ച് മുളച്ചു പൊന്തുന്നവൻ അതുപോലെ തന്നെ കരിഞ്ഞു പോകും. അതേ ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളൂ. ആരോ ഒരാൾ പോയല്ലോ. വല്ല കച്ചറയും പെറുക്കാൻ നടക്കുന്നവരായിരിക്കും. ഏയ്, ഇതങ്ങനെയല്ല. ഏതോ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ടതാ. രാത്രിയുടെ മറവിൽ അതിനെ പലരും ശല്യപ്പെടുത്തുന്നു. ശരിക്കു പറഞ്ഞ കാര്യം കഷ്ടമാണ്. വല്ല സാമൂഹ്യ സംഘടനകളിലോ ഏതെങ്കിലും പുനരധിവാസ കേന്ദ്രങ്ങളിലോ കൊണ്ട് ആക്കിക്കൂടെ ആർക്കെങ്കിലും? നീ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അത് നിനക്കും ചെയ്യാവല്ലോ. ഇതാ നമ്മുടെ നാടിൻ്റെ ഒരു ശാപം. ഇതൊന്നും എൻ്റെ കാര്യമില്ലാന്ന മട്ടിൽ സ്വന്തം കാര്യം നോക്കി താൻ നടക്കും. സഹജീവികളോട് മനുഷ്യസഹജമായ അടുപ്പവും സൗഹാർദ്ദവും കാട്ടിയാൽ അത് സമൂഹത്തിന്റെ കൂട്ടായ്മയായി വരും. നാടും പുരോഗമിക്കും. അവൾ അങ്ങോട്ട് പോട്ടെ, നമുക്കിത്തിരി കളിക്കാം. നമ്മുടെ കളി നടക്കട്ടെ. ഇല്ല, എനിക്ക് മാങ്കാവിലൊരു മീറ്റിംഗ് ഉണ്ട്, പോയേ മതിയാവും. എനിക്കും പോയിട്ട് പണിയുണ്ട്. നിങ്ങളെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്നാ ശരി. എന്നാ ശരി. ആ